എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. പക്ഷേ എല്ലാവർക്കും ഇതിന്റെ ക്വാളിഫിക്കേഷനിൽ ഡൗട്ട് ഉണ്ട്. അതായത് +2 ബയോളജി പഠിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതോ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കോ കൊമേഴ്സ് പഠിച്ചവർക്കോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ കൺഫ്യൂഷൻ എല്ലാം മാറ്റാം. എന്താണ് യഥാർത്ഥ ക്വാളിഫിക്കേഷൻ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ പറയാനുള്ള കാര്യം 2026 വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണ്. ഇതിന് ഒരു എക്സാം മാത്രമേ വരത്തുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ നമുക്ക് ഏറ്റവും അവസാനം ഈ വർഷം ലാസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷേ ഡയറി ഫാം ഇൻസ്ട്രക്ടർ അങ്ങനെയല്ല, ഉടനെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ഇവിടെ നോക്കുക, ക്വാളിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. കാറ്റഗറി നമ്പർ 691/2022. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേറ്റ് വിത്ത് എയ്തർ മാത്തമാറ്റിക്സ് ഓർ ബയോളജി ആസ് വൺ ഓഫ് ദ ഓപ്ഷണൽ സബ്ജക്ട് ഫോർ ദ പ്രീ ഡിഗ്രി കോഴ്സ്. എന്ന് വെച്ചാൽ നിങ്ങൾ +2 3 സ്ട്രീമാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് +2 ബയോളജി സയൻസ്. +2 ബയോളജി സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം അതിനകത്ത് ബയോളജി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ +2 ബയോളജി സയൻസ് എടുത്ത എല്ലാ ഡിഗ്രിക്കാർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന്. അത് കഴിഞ്ഞ രണ്ടാമത് വരുന്നത് +2 കൊമേഴ്സ് ആണ്. സോ +2 കൊമേഴ്സിനകത്ത് നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക, +2 കൊമേഴ്സിനകത്ത് നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്നത് +2 കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഈ +2 കമ്പ്യൂട്ടർ സയൻസിനകത്ത് നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല, നിങ്ങളിപ്പോൾ VHSC ആണ് അല്ലെങ്കിൽ +2നകത്ത് മാത്സ് പഠിച്ചിട്ടുണ്ട് എങ്കിൽ, മാത്സ് ഒരു സ്ട്രീമായിട്ട് ഒരു പേപ്പറായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾ ഏത് +2 എടുത്താലും പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ കൊമേഴ്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ഒന്നുകിൽ ബയോളജിയോ അല്ലെങ്കിൽ മാത്സോ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണ്? പ്രശ്നം നിങ്ങൾ +2നകത്ത് ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ കൊമേഴ്സോ എന്തോ ആയിക്കോട്ടെ, ഒന്നുകിൽ ബയോളജി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ മാത്സ് പഠിച്ചിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഭൂരിഭാഗം ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഉടൻ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നോക്കാം കഴിഞ്ഞതിന്റെ അഡ്വൈസ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത് 5/12/2024 നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത്. കണ്ടോ, 5/12/2024 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്. 2027 വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. 5/12/2027 അടുത്ത വർഷം വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഈ വർഷം നോട്ടിഫിക്കേഷൻ വരണം, എക്സാം നടക്കണം, എല്ലാം ചെയ്യണം. എന്നാലേ അടുത്ത വർഷം നമുക്ക് റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ നിലവിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ ഏതാണ്ട് 1 വർഷവും 4 മാസവും കൊണ്ട് ഒരു വർഷവും 4 മാസം കൊണ്ട് 60 അഡ്വൈസ് ആണ് ടോട്ടല് പോയിരിക്കുന്നത്. ഇതുവരെ 60 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല സാലറിയുള്ള ഒരു പോസ്റ്റാണ്, ഡിഗ്രി ലെവൽ പോസ്റ്റാണ്. സാലറി നോക്കുകയാണെങ്കിൽ അതിനകത്ത് സാലറിയും പറയുന്നുണ്ട്. സാലറി എത്രയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? 35,600 മുതൽ 75,400 വരെയാണ് നമ്മുടെ സാലറി സ്കെയിൽ വരുന്നത്. ഓക്കെ, ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പണ്ട് 36 വയസ്സ് വരെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് 4 വർഷം കൂട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് നോക്കുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 19 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 19 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 19 വയസ്സ് മുതൽ 45 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1986 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 2/1/1983 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 2/1/1981 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ മനസ്സിലായി, ഏജ് ലിമിറ്റ് മനസ്സിലായി. ഇനി നോക്കാം അടുത്ത ഇതിന്റെ അഡ്വൈസ് സ്റ്റാറ്റസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നിലവിൽ 60 അഡ്വൈസ് ആണ് ടോട്ടല് പോയിരിക്കുന്നത്. ഈ 60 അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അഡ്വൈസ് അല്ല. കാര്യം ഇത് ഒരുപാട് പേരൊന്നും അപ്ലൈ ചെയ്യാത്തൊരു നോട്ടിഫിക്കേഷനാണ്. കുറച്ച് പേര് മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. മാത്രമല്ല ഇതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു സിലബസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന്റെ സിലബസ് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതാണ് സിലബസ്. നമ്മൾ PSC നോർമലായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്കൊന്നും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം സിലബസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. GK ഒന്നും സിലബസിനകത്ത് വരുന്നില്ല. ഫുള്ള് വരുന്നത് +1 +2 NCERT സ്കൂൾ ടെക്സ്റ്റ് ആണ് ഫുള്ള് വരുന്നത്. അപ്പോൾ അതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോടാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഫിസിക്സ്
വന്നിട്ട് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് 20 മാർക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയും എത്ര മാർക്കാണ്? കെമിസ്ട്രി വരുന്നത് 20 മാർക്കാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഫിസിക്സ് 20 മാർക്ക്, കെമിസ്ട്രി 20 മാർക്ക്, ദെൻ ബോട്ടണി വന്നിട്ട് ബോട്ടണി 10 മാർക്കാണ്. ദെൻ സുവോളജി നോക്കുകയാണെങ്കിൽ സുവോളജി 10 മാർക്കാണ്. ഫിസിക്സ് 20, കെമിസ്ട്രി 20, ബോട്ടണി 10, സുവോളജി 10. അതിനുശേഷം മാത്സ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ദെൻ സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് ഡയറി റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് 20 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന കൃത്യമായിട്ടുള്ളൊരു സിലബസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് എല്ലാവരും ബാക്കിയുള്ള എക്സാംസിനെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ GK അങ്ങനെ ബാക്കിയുള്ള എക്സാംസിനെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല, പകരം എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു സിലബസ് ആണ്. അപ്പോൾ ഈ സിലബസ് പഠിക്കുന്നവർക്ക് മാത്രമേ ഈ എക്സാമിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇതാണ്, നമ്മൾ അടുത്തൊരു ഡിഗ്രി ലെവൽ എക്സാമിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ള നല്ലൊരു ചോയ്സാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഈ 20-ാം തീയതി, അതായത് ഏപ്രിൽ 20-ന് ഞങ്ങളുടെ പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ബാച്ച് കാണാൻ പറ്റും, ദേനു ബാച്ച് കാണാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. ഉറപ്പിക്കാം, നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ബെസ്റ്റ് മാത്രം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഏറ്റവും നല്ല ക്ലാസ്, ഏറ്റവും നല്ല നോട്ട്സ്, ഒരു ടെസ്റ്റ് പാക്ക് എല്ലാം അതിനകത്ത് ആഡ് ആയിക്കൊണ്ടിരിക്കും. മാത്രമല്ല കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ സെഷൻ, മെന്റർഷിപ്പ് സെഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ താമസിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ മാസം ഏപ്രിൽ 20-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ വിഷു ഓഫർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്ലാറ്റ് 20% ഓഫിൽ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജോയിൻ ചെയ്തോ. നമുക്ക് ക്ലാസ്സിൽ കാണാം.